പേപ്പർ വാഴയിലകൾ വെച്ച് നമുക്കിന്നൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ പേപ്പർ വാഴയിലകളിൽ നിന്ന് നമുക്ക് ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറെ റൗണ്ട് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഗ്രീൻ കളർ പേപ്പറുകൾ വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് റൗണ്ട് പീസുകൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത്. ഇത് നമുക്ക് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ കോൺ ഷേപ്പിലാക്കി നമ്മളത് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്കുകൾ വേറെ ഒരുപാട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരെന്ന് പോയി കണ്ടു നോക്കണേ. സെല്ലോ ടാപ്പൊക്കെ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പേപ്പറിലേക്ക് നമുക്കത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് വളരെ സിമ്പിളായി ഇതുപോലത്തെ കുഞ്ഞു ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പർ വാഴയിലകളിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പീസും ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം അതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരോടായിട്ട് പറയുകയാണ്, പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കണേ. ഇതുപോലെ നമുക്ക് ഓരോ റൗണ്ട് പീസുകളും കട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇനി പേപ്പർ വാഴയില ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ എല്ലാ റൗണ്ട് പീസുകളും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം നമുക്കത് ആ കോൺ ഷേപ്പിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മളതൊന്ന് നിവർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കോൺ ഷേപ്പിൽ നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് വെച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഇതുപോലെ അത് കോൺ ഷേപ്പിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഓരോന്നായി നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കണം. അടുത്തത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത് അത്ര കട്ട് ചെയ്തെടുക്കരുത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് പീസ് നമ്മൾ കോൺ ഷേപ്പിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് മുകളിലേക്ക് വരുന്തോറും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാനായിട്ട്. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് വളരെ മനോഹരമായി ഇതുപോലത്തെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വെക്കുന്നത് ഒരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കോൺ ഷേപ്പിലേക്ക് ഇത്രത്തോളം നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പർ വാഴയിലയിൽ നിന്ന് ചെറിയ 2 റൗണ്ട് പീസുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും നമ്മൾ ആദ്യം ചെയ്തെടുത്തതുപോലെ തന്നെ മടക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞ് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടുത്ത പീസ് ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസുകളും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ ലാസ്റ്റിൽ വെച്ച് കൊടുക്കുന്ന ഇത് കട്ട് ചെയ്ത് കൊടുക്കാതെയാണ് അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്.
ഇപ്പൊ നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതുപോലത്തെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള സ്റ്റിക്കറൊക്കെ നമ്മൾ ഇളക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ഈ ബ്രൗൺ കളർ ചാർട്ട് പേപ്പറിന്റെ ചെറിയ പീസ് ഇതിലേക്കൊന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കിതിന്റെ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ചെറിയൊരു സ്റ്റാർ കട്ട് ചെയ്തെടുത്ത് അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തു. തെർമോകോൾ ബാൾസുകളും ലേസും എല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കുഞ്ഞു ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.